ഇനി ചാച്ചൻ കൊടുക്കുകയില്ലെന്ന് ഉറപ്പിച്ചാൽ തന്നെ അമ്മച്ചിയുടെ പേരിലും മോശമല്ലാത്തൊരു ഓഹരി ഉണ്ടല്ലോ. അവനവന്റെ കുടുംബത്തിനും ജീവിക്കാൻ വേറെ മാർഗമില്ലാന്നും പറഞ്ഞ് കാല് പിടിച്ചാലേ ചാച്ചൻ ഇനിയിപ്പോ എത്ര എതിർത്താലും അമ്മച്ചി അത് അയാളുടെ പേരിൽ എഴുതി വെക്കും. അല്ലെങ്കിൽ തന്നെ മൂത്ത മോനെന്നും പറഞ്ഞ് അലിയാൻ നിൽക്കുന്ന ആളാ അമ്മച്ചി. അപ്പൊ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളി അച്ഛൻ. ഇനി അധികം വൈകാതിരിക്കുന്ന അച്ഛബുദ്ധി. സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് എന്റെ പേരിലേക്ക് മാറ്റി എഴുതാം. ഇഷ്ടദാനവും തീറാധാരമൊക്കെ ആയിട്ട് മതി. അതാവുമ്പോ അയാൾക്ക് കോടതിയിൽ കേസിൽ പോകാൻ വകുപ്പില്ലല്ലോ. എന്താ അതല്ലേ അച്ഛബുദ്ധി അല്ലേ? പിന്നെ അത് തന്നെ അബന്ധിച്ചായ ബുദ്ധി. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ സ്ഥാവര ജംഗമങ്ങളടക്കം സകല സ്വത്തുക്കളും നിന്റെ പേരിൽ എഴുതി വാങ്ങിക്കണം. എന്നാലല്ലേ നീ വിചാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. നിന്നെ ആരാ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത്? കർത്താവായിട്ടാണ് അപ്പച്ചാ. അതുകൊണ്ടാ എനിക്കിപ്പോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. അല്ലെങ്കിൽ ഇത്രയും വലിയ ബുദ്ധിരാക്ഷസന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഇയാള് ഞങ്ങളുടെ കാര്യത്തിൽ അധികം ഇടപെടണ്ട. ഞങ്ങള് പലതും പ്ലാൻ ചെയ്യും. അയക്കോ, എന്ത് വേണേലും പ്ലാൻ ചെയ്തു. പക്ഷേ പ്ലാൻ ചെയ്ത് പൂക്കാടൻ പൗലോസിനെ ഒടുവിൽ സ്വന്തം മോൻ തന്നെ വെള്ള പുതപ്പിച്ച് കിടത്താൻ ഇടയാക്കരുത്. എന്താടാ പറഞ്ഞേ? ക്ഷോഭിക്കാൻ വരട്ടെ അപ്പച്ച. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളും. എനിക്ക് അപ്പച്ചനോടൊരു അപേക്ഷയുണ്ട്. ഞാൻ സ്വത്ത് ചോദിക്കുമെന്ന് പേടിച്ച് വെറുതെ മണ്ടത്തരമൊന്നും കാണിച്ചേക്കരുത്. ഒടുവിൽ മരുന്ന് വാങ്ങാൻ പോലും ഗതിയില്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ തെണ്ടേണ്ടി വരും പൗലോസ് മുതലാളിക്ക്. എനിക്ക് നിങ്ങളുടെ ആരുടെയും ചില്ലി കാശിന്റെ ആവശ്യമില്ല. അത് ലക്ഷ്യം വെച്ച് നടക്കുന്നവർ അപ്പന്റെ നിഴല് പോലെ തന്നെ കൂടെയുണ്ട്. അവൻ എന്നതാടാ പറഞ്ഞിട്ട് പോയേ? ചുമ്മാ വെറുതെ ചാച്ചനെ എന്നെ നമ്മൾ തെറ്റിക്കാൻ. അപ്പൊ അവൻ വിചാരിക്കുന്നൊക്കെ എളുപ്പത്തിൽ നേടിയെടുക്കാലോ. നോക്കാം. ഇറങ്ങി പാടോ. തന്നെ സ്വീകരിക്കാൻ എന്താ ആൾക്കാർ റെഡിയാ. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ പെണ്ണ് ഗായത്രി. ഗായത്രി, ഇതെന്റെ അന്നക്കൊച്ച്. പിന്നെ ദേ ഇവള് എന്റെ അനിയന്റെ കെട്ടിയുള്ളു സൂസന്ന. രണ്ടും പൂക്കാടൻ പൗലോസും മോനും കൂട്ടിലിട്ട് വളർത്തുന്ന സാധുക്കളാ. എന്നതാ രണ്ടാളും ഇങ്ങനെ അന്ത വിട്ട് നിൽക്കുന്നേ? ഈ കൊച്ചിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നേ. അന്നക്കൊച്ച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇവള് അന്യജാതിപ്പെട്ട പെണ്ണാണെന്നല്ലയോ? എന്നാ ആണ്. ഊരു ചുറ്റി നടക്കുന്ന എനിക്കെന്ത് ജാതിയും അതോ അമ്മച്ചി. ഇവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കൂടെ ജീവിക്കാൻ സമ്മതമാണെന്ന് ഇവള് പറഞ്ഞപ്പോ കച്ചേരി ചെന്നൊരു ഒപ്പിട്ടു, കഴുത്തിലൊരു മിന്നും കെട്ടി കൂടെ കൂട്ടി. അതിപ്പോ അമ്മച്ചിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞോ? നിന്റെ അപ്പച്ചൻ ഇതറിയുമ്പോ? പൗലോസ് മുതലാളിയുടെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അമ്മച്ചിക്ക് ഇവളെ ബോധിച്ചെങ്കിൽ അകത്തോട്ട് വിളിച്ചോണ്ട് പോകും. വാ മോളെ.
എന്നതാ അവൾക്ക് ഇവിടെ കാര്യം? ഹ? പെന്നി മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? സ്വന്തമായി ഒരു പെണ്ണ് കെട്ടുന്ന കാര്യം ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ അങ്ങ് നടത്തിയനിയാ. ഒരു കുടുംബമൊക്കെ എനിക്കും വേണ്ടടോ പോവേ. ഇതാ എന്റെ ഭാര്യ ഗായത്രി. ഇവളോ? ഇവള് നിങ്ങളുടെ ഭാര്യയോ? ദേ സണ്ണിച്ചായ, വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കരുത്. മര്യാദയ്ക്ക് ഇവള് ഇവിടുന്ന് ഇറക്കി വിട്ടോണം. അതെന്നാ പറച്ചില്ലടാ ബെന്നി. ഇറക്കി വിടാൻ ഇവളിവിടുന്ന് എന്തെങ്കിലും കട്ടോണ്ട് പോയിട്ടുണ്ടോ? അല്ലട മോനെ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ഞാൻ ഇവളെ കെട്ടിയതിന് നീ എന്നതിനാടാ കിടന്ന് മൂപ്പിക്കുന്നേ? ദേ എന്റെ ഭാര്യ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന് പറയാൻ നിനക്കെന്താടാ അവകാശം? ഇയാള് വെറുതെ തമാശ കളിക്കില്ലേ സണ്ണിച്ചായ? ഇവൾ ആരാന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ താൻ? ഇടി, എന്താണ് നിനക്ക് ഈ വീട്ടിക്കാര്യം? നിർത്തണ. ഇവളോ? ആരാടാ നിന്റെ ഇവള്? സ്വന്തം ചേട്ടന്റെ ഭാര്യയെ നീ എന്ന് എടിയെന്നൊക്കെയാണോ വിളിക്കുന്നേ? ചേട്ടത്തിന്ന് വിളിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവക്കൊരു പേരുണ്ട്, ഗായത്രി. അത് വിളിച്ചോണം. അല്ലാതെ നിന്റെ ഒരു ചന്തവർത്തമാനം എന്റെ പെണ്ണിന്റെ അടുത്ത് എടുത്താലുണ്ടല്ലോ. അതെ, താൻ വെറുതെ ഷോ ഒന്നും കാണിക്കണ്ട. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും ചാച്ചൻ ഇങ്ങോട്ട് വരാതെ തന്നെ ഇവളെ എന്റെ അകത്തേക്ക് കയറ്റുന്ന പ്രശ്നമില്ല. ബെന്നി, നീ ഒന്ന് അടങ്ങുന്നുണ്ടോ? അമ്മച്ചിയുടെ മിണ്ടി പോരുത്. എന്നെ അറിഞ്ഞിട്ടാ മോനെയും മരുമോളെയും സ്വീകരിക്കാൻ ഉമ്മറത്ത് എഴുന്നള്ളി നിൽക്കുന്നത്. ഇവൾ ആരാന്ന് അറിയോ അമ്മച്ചിക്ക്? ആ പരട്ട മേനോന്റെ മോളാ. ഇവളെ തന്നെ വേണോ മരുമോളായിട്ട് വാഴിക്കാൻ? എന്റെ കർത്താവേ, എന്നതാടാ ഇതൊക്കെ? അടവാ അമ്മച്ചി, ഇതൊക്കെ ഇവന്റെ തട്ടിപ്പാ. കുടുംബത്ത് കലഹമുണ്ടാക്കാൻ മനഃപൂർവ്വം ഇവള് തേടി പിടിച്ച് കൂട്ടി കൊണ്ടുവന്നിരിക്കുക. സ്വന്തം അപ്പന്റെയും തറവാടിന്റെയും ഒക്കെ മാനം കെടുത്താനായിട്ട്. അല്ലാതെ ഇയാള് ഇവളെ കെട്ടിട്ടൊന്നും ഉണ്ടാവില്ലെന്നേ. അതെ, ഇയാൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എന്നാ ഞങ്ങളൊന്ന് അകത്തേക്ക് കയറിക്കോട്ടെ. പറ്റില്ല. ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോ ഈ പിഴച്ചവളയും കൊണ്ട് നീ ഇതിന്റെ അകത്ത് കാല് കുത്തിക്കേല ഞാൻ. ഈ ബെന്നിയുടെ ശവത്തി ചവിട്ടിട്ടേ നീ ഇവളെയും കൊണ്ട് അകത്തേക്ക് കയറൂ. അത് 3.5 തരാ. ബെന്നിച്ചായ, നാവടക്കടി. എന്നാ പൂരം കാണാൻ അവിടെ നോക്കിക്കുന്നേ? കേറി പോടി അകത്ത്. കേറി പോവാൻ. ഇറങ്ങി പോടി പന്നെ. നിന്നെ എന്റെ പെണ്ണിനെ നേർക്ക് കയ്യൊങ്ങുന്നോടാ. കുറെ നേരമായല്ലോ നീ കിടന്ന് മൂപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇവളെ നീ എന്നാ ചെയ്യുമെന്നാ? ചെയ്യുന്നോടാ. എന്നാ വാടാ, നമുക്കൊരു കൈ നോക്കാം. സണ്ണി, എന്നതാ ഇതൊക്കെ? എന്നതാന്ന്? ഒന്നുമില്ലെന്നേ. അന്നെ കൊച്ചതിനകത്തിനാ പേടിക്കുന്നേ. ഇവന്റെ ഈ ഉമ്മാക്കി കണ്ടാലൊന്നും സണ്ണി ഉരുകി പോകുന്നില്ല. ദേ മോനെ ബെന്നിയെ, നീ പൂക്കാടൻ പൗലോസിന്റെ അപ്പനാവാൻ പഠിക്കല്ലേ. അങ്ങേർക്ക് ആദ്യം ഉണ്ടായ മോൻ ഞാനാടാ. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്നെക്കാൾ അധികാരം അവകാശം എനിക്കാടാ. ദേ ഒഴിഞ്ഞു തന്നു വെച്ച് അതൊരു സൗകര്യമായി എടുക്കല്ലേ നീ. നിന്റെ തറവാട് സ്നേഹത്തെക്കുറിച്ച് എന്നെ കൊണ്ട് പറയിക്കല്ലേ നീ. ഇനി എന്റെ പെണ്ണിന് നേരെ നിന്റെ ഒരു ചെറു വിരൽ അനങ്ങിന്നറിഞ്ഞാൽ ദേ ഇപ്പൊ പറഞ്ഞില്ലയോ, അതങ്ങ് സംഭവിക്കും. നിന്റെ ആ വൃത്തികെട്ട ശവത്തേല് വലങ്കാല് ചവിട്ടിക്കയറി ഇവള്. കേട്ടല്ലോ? നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഒരു മംഗളകാര്യം നടക്കുമ്പോ നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാറില്ലേ? അതിലൊരെണ്ണം ഇവിടെയും പൊട്ടിയെന്ന് വിചാരിച്ചാ മതി. അമ്മച്ചി, ഇനി ഇവളെ ഇവിടെ തന്നെ നിർത്താതെ അകത്തോട്ട് വിളിച്ചോണ്ട് പോന്നേ. വാ മോളെ. നീയും കൂടി അറിഞ്ഞിട്ടാണോടി ഇതൊക്കെ? ബെന്നിച്ചായ, കർത്താവാണ് സത്യം. എനിക്കൊന്നും അറിയില്ല. കാണിച്ചു തരാടി എല്ലാത്തിനെയും.
എന്താ വല്ലാതെ വന്നു കയറിപ്പം കിട്ടിയ സ്വീകരണം കണ്ട് പേടിച്ചു പോയോ? ഇല്ല. കൊള്ളാം, അതെനിക്കിഷ്ടമായി. ഞാൻ വിചാരിച്ചാലും സ്കോർ ചെയ്തു ഗായത്രി. ഇനി ഈ വീടിനെയും ഇവിടുത്തെ ആൾക്കാരെയും കുറിച്ച് ഞാൻ തന്ന ട്യൂഷൻ ക്ലാസ് എപ്പോഴും ഓർമ്മ വേണം. അമ്മച്ചയും സൂസനെയും കണ്ണുമടച്ച് വിശ്വസിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വീടേയല്ല, ജയിലാണ്. ബാക്കി ഇപ്പോൾ കണ്ട ബെന്നിച്ചൻ മുതൽ മറ്റു ചില കഥാപാത്രങ്ങളുണ്ട്. ഉഗ്ര വിഷമുള്ള പാമ്പുകൾ മുതൽ പഴുതാര വരെയുള്ള വിഷവർഗങ്ങൾ. എല്ലാവരെയും വളരെ കരുതലോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്ലാനും പദ്ധതിയൊക്കെ പാളിപ്പോവും. ഞാൻ പറഞ്ഞു വന്നത് വളരെ റിസ്ക്കുള്ള കഥാപാത്രമാണ് ഈ സണ്ണിക്കുഴിയുടെ ഭാര്യാവേഷമെന്നാണ്. മനസ്സിലായോ? അഭിനയിച്ച് വലിയ മുൻപരിചയങ്ങളൊന്നും ഇല്ല എനിക്ക്. എങ്കിലും എന്റെ റോൾ ഭംഗിയാക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്കും ഈ പറഞ്ഞതുപോലുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലടോ. എങ്കിലും ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ തയ്യാറായതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളും. ഇതുവരെ ജീവിച്ചതൊന്നും ജീവിതമായിരുന്നില്ലെന്ന് മറ്റു പലരെയും ബോധ്യപ്പെടുത്തണം. അതിലൊന്നാമൻ എൻ്റെ അപ്പൻ സാക്ഷാൽ പൂക്കാടൻ മുതലാളി തന്നെയാ. നേരത്തെ കണ്ട ബെന്നിച്ചൻ മുതൽ ഇനി കാണാൻ പോകുന്ന പല കഥാപാത്രങ്ങളും നമ്മുടെ ഈ പ്ലേയിൽ ചെറുതല്ലാത്ത ക്യാരക്ടേഴ്സാണ്. ഫസ്റ്റ് സീനിലെ പ്രകടനം ഗായത്രി ഭംഗിയാക്കിയെങ്കിലും ഇനി അങ്ങോട്ടുള്ള രംഗങ്ങളും മുഹൂർത്തങ്ങളും വളരെ ടഫാണ്. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിക്കണം. ഇതാണ് നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പ്. ഇവിടെ വച്ച് സണ്ണി എന്ന സഹോദരനും ഗായത്രി എന്ന ഈ പെങ്ങളുകുട്ടിയുമായി പല സീനുകളും പ്ലാൻ ചെയ്യും. രംഗം കൊഴിപ്പിക്കാനുള്ള ഡയലോഗുകൾ മനപ്പാടമാക്കും. എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിച്ച് അരങ്ങ് തകർത്ത് നമ്മൾ ഈ മുറിയിൽ തിരിച്ചെത്തും. എന്നിട്ട് ആ വേഷമൊക്കെ അഴിച്ചു വെച്ച് വീണ്ടും നമ്മൾ ഏട്ടനും അനിയത്തിയാവും. മനസ്സിലായോ? എന്നോടിങ്ങനെ ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് സണ്ണി ചേട്ടനെ കണ്ടതും ഞാൻ ആരാണെന്നും എങ്ങനെ ഇവിടെ വന്ന് പെട്ടെന്ന് ഒക്കെ തുറന്നു പറയാൻ തോന്നിയതും ഒരു നിയോഗമായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് എത്രയോ മുമ്പ് ദൈവമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്ലേയുടെ തിരക്കഥ എഴുതി വച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആ നേരത്തെ സണ്ണി ചേട്ടനെ എന്റെ മുമ്പിലേക്ക് അയക്കേണ്ട കാര്യമില്ലല്ലോ. ഗായത്രി പറഞ്ഞത് ശരിയായിരിക്കാം. മനുഷ്യൻ ചെയ്യുന്ന നന്മകളാണ് അവനവനിലെ ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വന്തം വാക്കും പ്രവൃത്തിയുമാണ് ഒരാളുടെ വിധി നിശ്ചയിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആരോടും പകവീട്ടാനോ പ്രതികാരത്തിനോ അല്ല നമ്മൾ ഈ വേഷം കെട്ടുന്നത്. ഇവിടെ പലരുടെയും ജീവിതത്തിൽ ചില തിരുത്തലുകൾ ആവശ്യമുണ്ട്. സത്യം എന്താണെന്ന് പലരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന് നമ്മളൊരു കാരണക്കാരാവുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ഗായത്രി? അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ വേഷം ഭംഗിയാക്കുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എന്താ, അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഫിഡന്റ് ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുന്നു. ഇങ്ങനൊരു നാടകം കൊണ്ട് സണ്ണി ചേട്ടൻ പലതും ലക്ഷ്യമിടുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് ഞാനും. എനിക്കും ഇതുകൊണ്ട് പലതും നേടാനുണ്ട്. ഒരുപാട് ആലോചിച്ചിട്ടാണ് ഇങ്ങനെയൊന്നിന് തയ്യാറായി സണ്ണി ചേട്ടനൊപ്പം ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയത്. രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്റെ സ്വാതന്ത്ര്യത്തിന് സണ്ണി ചേട്ടൻ വിട്ടുതരണം. എന്താ തന്റെ കണ്ടീഷൻസ്? ഒന്ന്, എന്റെ ടാർഗറ്റ് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയാതെ ഒരിക്കലും സണ്ണി ചേട്ടൻ എന്നോട് ചോദിക്കാൻ പാടില്ല. ഓക്കേ, എഗ്രീഡ്. ഇനി എന്താ അടുത്ത ഡിമാൻഡ്? നമ്മുടെ ഈ പ്രവൃത്തിയുടെ റിസൾട്ട് എന്ത് തന്നെയായാലും ഒരു കാര്യം എന്നോട് ആവശ്യപ്പെടരുത്. ഒരിക്കലും അയാളെ, അലൻ ജോസഫ് എന്ന ആ മനുഷ്യനെ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്ന് ആരും എന്നോട് ആവശ്യപ്പെടരുത്. അങ്ങനെ ഒരു ഡിമാൻഡ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ നിമിഷം എല്ലാം അവസാനിപ്പിച്ച് ഞാൻ ഇവിടുന്ന് പോകും. എന്താ സണ്ണി ചേട്ടാ, സമ്മതമല്ലേ?
ഈ 2 ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ തമ്മിലെപ്പോഴും ഒരു പരസ്പര ധാരണ ഉണ്ടാവണം. ചെറിയൊരു അശ്രദ്ധ കൊണ്ടുപോലും നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച വരാൻ പാടില്ല. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. കണ്ണും കാതും എപ്പോഴും തുറന്നിരിക്കണം. എന്തിനാ അന്നമ്മച്ചി നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? അതിന് തക്കതായി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ധൈര്യമായിരിക്കുന്നേ. നിനക്കത് പറയാം. ബെന്നിച്ച നേരെ പോയേക്കുന്നത് നിന്റെ അപ്പച്ചന്റെ അടുത്തേ കാണുന്നത് ഉറപ്പാ. അതിയാനും അവനും കൂടി ഇനി ഇവിടെ വന്ന് എന്തൊക്കെ പുക്കാര ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോണം. വേണ്ടട മോനെ, അമ്മച്ചിക്ക് അതൊന്നും കാണാനുള്ള ശക്തിയില്ല. നീ അവളെയും വിളിച്ചോണ്ട് എവിടേക്കെങ്കിലും പോയി ഏതേലും നാട്ടിൽ ചെന്ന് മോൻ സന്തോഷത്തോടെ ജീവിക്ക്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഇവിടെ നിങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല അങ്ങേര്. അത് ഉറപ്പാ. അമ്മച്ചി പറയുന്നതിലും കാര്യമുണ്ട് സണ്ണിച്ചായ. ഇവിടെ നിങ്ങൾ ഒരു കാരണവശാലും കഴിയാൻ അനുവദിക്കില്ല അപ്പച്ചൻ. അഥവാ അങ്ങനൊരു മനസ്സ് അപ്പച്ചൻ കാണിക്കാൻ തയ്യാറായാൽ തന്നെ ബെന്നിച്ചിന് സൈനയും കൂടി അത് മുടക്കും. അങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാൽ ഒടുക്കം ഒളിക്കാൻ കാടില്ലതാവും സൂസമ്മേ. രണ്ടും കൽപ്പിച്ച് തന്നെയാ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവളും ഞാനും ഇവിടെ തന്നെ കഴിയുകയും ചെയ്യും. എങ്ങനെ? അവളെ കുറിച്ച് എന്നെ അറിഞ്ഞിട്ടാ മോനെ നീ ഈ പറയുന്നത്? മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞിട്ടും ആ മേനോനെ ജന്മശത്രുവായി കണ്ടു നടക്കുക അങ്ങേര്. അങ്ങനെയുള്ള ഒരാളുടെ മോളെ ഈ വീട്ടിൽ മരുമോളായിട്ട് നിന്റെ അപ്പച്ചനെ അംഗീകരിക്കുമെന്ന് എന്ത് ഉറപ്പുണ്ട് നിനക്ക്? ഒരു കാരണവശാലും അത് നടക്കില്ല മോനെ. അതാ അമ്മച്ചി പറയുന്നത് അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാൻ. അത് മാത്രമല്ല സണ്ണിച്ചായ, ഗായത്രിയെ സംബന്ധിച്ച് വേറെ ഉണ്ട് പ്രശ്നങ്ങൾ. അതൊക്കെ സണ്ണിച്ചായൻ അറിയാമോന്ന്? അറിയാം. അലനുമായി ഗായത്രിക്കുണ്ടായിരുന്നൊരു ബന്ധമല്ലേ നീ ഉദ്ദേശിച്ചത്? ഒക്കെ അവളെന്നോട് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അവളെ എങ്ങനെയാ പരിചയം? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങൾ തമ്മിൽ എവിടെ വെച്ചാ? അതാണ് അമ്മച്ചി എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. അവളെ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും ഒക്കെ തികച്ചും അപ്രതീക്ഷിതമായൊരു സാഹചര്യത്തിലായിരുന്നു. കബീർ സാഹിബിന്റെ ഗോഡൌണിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള ലോഡുമായി പോവായിരുന്നു ഞാൻ. രാത്രിയുള്ള ഡ്രൈവിനിടയിൽ ഒരിടത്ത് വെച്ച് എന്താ വെച്ചേ ചാടിച്ചവൻ എന്റെ വണ്ടിയെ കിട്ടിയോളാം. ചേട്ടാ പ്ലീസ് എന്നെ രക്ഷിക്കണം. എന്നെ കൊല്ലാൻ വേണ്ടി ചിലർ എന്റെ പിന്നാലെ വരുന്നുണ്ട്. ഞാൻ ഇതിലോട്ടൊന്ന് കേറിക്കോട്ടെ? കൊല്ലാനോ? ആരത്? അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റില്ല. അത് ചേട്ടൻ എന്നെ ഒന്ന് രക്ഷിക്ക്. ചേട്ടാ പ്ലീസ് ചേട്ടാ, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. പ്ലീസ് ചേട്ടാ പ്ലീസ്. ആ കേറ്. ചിന്ന ഒന്ന് സഹായിക്കണം. ആരിൽ നിന്നോ ജീവൻ രക്ഷിക്കാൻ അഭയം ചോദിച്ച് വണ്ടിയിൽ കയറിയൊരു പെണ്ണ്. ആദ്യം അവളെക്കുറിച്ച് ഞാൻ അത്രയേ ചിന്തിച്ചുള്ളൂ. പക്ഷേ അതിലുമപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അവൾ ആരാണെന്നും എങ്ങനെ അവിടെ എത്തപ്പെട്ടു എന്നൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് അവളെ അവിടെ വെച്ച് കർത്താവ് എന്തിനാണ് എനിക്ക് കാട്ടിത്തന്നതെന്ന്. ആ യാത്ര അവസാനിക്കാറായപ്പോഴേക്കും എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവും ദൈവം തമ്പുരാൻ എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ അപ്പച്ചനും കൂടപ്പറപ്പുകളും ആ പെൺകുട്ടികളോട് ചെയ്ത ദ്രോഹത്തിന് എന്നിലൂടെ ഒരു പരിഹാരം. ആ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഗായത്രി ഇന്ന് എൻ്റെ കൂടെ ഈ വീട്ടിൽ വന്നു കയറിയത്.
ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ ബന്ധം എനിക്ക് വേണ്ടി മാത്രമല്ല അമ്മച്ചി ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പച്ചനും മറ്റുള്ളവരും അവരോട് ചെയ്ത പാപങ്ങൾക്ക് അവർക്ക് വേണ്ടി ഞാൻ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ദൈവം അത് ആഗ്രഹിക്കുന്ന സ്ഥിതിക്ക് അവൾ എൻ്റെ ഭാര്യയായി ഈ പൂക്കാടൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. ആര് വിചാരിച്ചാലും അത് തടയാനും ആവില്ല. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കുകയും വേണ്ട. ഒക്കെ ഭംഗിയായി കലാശിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മച്ചി.